മലയാള സിനിമയുടെ വസന്തകാലമാണിപ്പോൾ. എവിടെ തൊട്ടാലും ഹിറ്റ് മൂവീസ്. ടിക്കറ്റ് കിട്ടാത്ത വിധം തിയേറ്ററുകളിൽ ഓൺലൈൻ ബുക്കിംഗ് പൊടിപൊടിക്കുകയാണ്. ഫഹദ് ഫാസിലിൻ്റെ ആവേശവും പ്രണവ് മോഹൻലാലിൻ്റെ വർഷങ്ങൾക്ക് ശേഷവും സൗഹൃദ ചിറകിലേറി കുതിക്കുകയാണ്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, മലയാള സിനിമയ്ക്കിപ്പോൾ ഫ്രണ്ട്ഷിപ്പാണ് ലഹരി. പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, വർഷങ്ങൾക്കു ശേഷം ദാ ഇപ്പോൾ ആവേശവും. ഒക്കത്തിലും സൗഹൃദമാണ് മോനെ മെയിനായി വരുന്നത്. വെറും സൗഹൃദമല്ല, ആൺ സൗഹൃദമാണ് ആഘോഷിക്കപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇറങ്ങിയ സിനിമകളിൽ നായികമാർക്ക് വലിയ റോൾ ഇല്ലെന്നതും ശ്രദ്ധേയമാണ്. മമ്മൂട്ടിയുടെ ഹിറ്റ് ചിത്രമായ ഭ്രമയുഗത്തിൽ ഒരു യക്ഷി വന്നു പോകുന്നതൊഴിച്ചാൽ ആ പരിസരത്തെങ്ങും ഒരു സ്ത്രീ സാന്നിധ്യമില്ല. അതുപിന്നെ ആ കഥ അങ്ങനൊരു ജോണറാണ്. ഒറ്റമുണ്ടും തോർത്തുമുടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പന്തലിക്കുന്ന സിനിമയിൽ നായികയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അത് വിടാം. അതു കഴിഞ്ഞു വന്ന് മലയാളികളുടെയും തമിഴരുടെയും ഒക്കെ മനസ്സ് പിടിച്ചെടുത്ത സെൻസേഷണൽ മലയാളം സർവൈവർ ത്രില്ലറായ മഞ്ഞുമൽ ബോയ്സ് ശ്രദ്ധിച്ചായിരുന്നോ? ആൺ സൗഹൃദത്തിൻ്റെ ലഹരി പടർത്തുന്ന സിനിമയിലും പേരിന് പോലും ഒരു നായികയില്ല. യഥാർത്ഥ സംഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സിനിമയിൽ നായികയ്ക്ക് സ്കോപ്പില്ലെന്ന് വേണേൽ ന്യായീകരിക്കാം. ഒരു കണക്കിന് അതും ശരിയാണ്. ദാ ഇപ്പോൾ ഫഫയുടെ 100 കോടി ചിത്രമായ ആവേശം തിയേറ്ററുകളിൽ ജാട കാട്ടുമ്പോഴും അതിലും നായികയില്ല. പടം മൊത്തം ഫഹദ് ഫാസിലിൻ്റെ അഴിഞ്ഞാട്ടമായതിനാൽ പ്രേമത്തിൻ്റെയോ സ്ത്രീകളുടെയോ കുറവ് ഫീൽ ചെയ്യില്ലെന്നതാണ് സത്യം. പടം തീരും വരെ നമ്മൾ ആരും നായികയെക്കുറിച്ച് ഓർക്കുക പോലും ഉണ്ടാവില്ല. ആവേശത്തിന് തൊട്ടു മുൻപിറങ്ങിയ വിനീത് ശ്രീനിവാസൻ്റെ വർഷങ്ങൾക്കു ശേഷത്തിൽ 2 നായികമാരുണ്ടെങ്കിലും വലിയ ഗുണമൊന്നുമില്ല. അവരെക്കാൾ പ്രാധാന്യം മറ്റു പലർക്കും വന്നതോടെ നായികാ റോളുകൾ പേരിന് മാത്രമെന്ന് പ്രേക്ഷകർക്ക് തോന്നും. കഴിഞ്ഞ വർഷം ഇറങ്ങിയ മമ്മൂട്ടിയുടെ ഹിറ്റ് ചിത്രം കണ്ണൂർ സ്ക്വാഡിലും അരുൺ വർമ്മ സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ബിജു മേനോൻ ചിത്രം ഗരുഡനിലും എന്തിനേറെ നമ്മളെ കുടുകുടാ ചിരിപ്പിച്ച രോമാഞ്ചത്തിലും നായികമാരുണ്ടായിരുന്നില്ല. സുന്ദരികളായ യുവതികൾ തലങ്ങും വിലങ്ങും ഉണ്ടായിട്ടും മലയാള സിനിമ അവരെ വേണ്ട വിധം പരിഗണിക്കാത്തത് എന്തേ എന്ന പരിവേദനം പല സൈഡിൽ നിന്നും ഉയരുന്നുണ്ട്. നായികമാരില്ലാത്ത സിനിമകൾ വിജയിക്കും എന്നൊരു പുതിയ ഫോർമുലയാണോ മലയാള സിനിമ പരീക്ഷിക്കുന്നത് എന്നൊക്കെ തോന്നാം. കഥ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലേ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ പറ്റൂ എന്ന സംവിധായകൻ്റെ മാസ് ഡയലോഗിൽ മലയാള സിനിമയിലെ താരസുന്ദരികൾ അടങ്ങുമോ? അതോ മലയാള സിനിമയിൽ വീണ്ടും കരുത്തുറ്റ നായികാ വസന്തം പിറക്കുമോ? കാത്തിരുന്നു കാണാം.